നമ്മുടെ കയ്യിലുള്ള 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ ഇടാനായിട്ടാണ് ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് നമ്മൾ 2 ദിവസമായിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ അവരെ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് 1-2 സംഭവങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൈഫണും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. PVC സൈഫണാണ്. അതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഈ വെള്ളം കണ്ടീഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റ് മീനുകൾ എടുക്കുന്ന ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ട് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 സൈഫണുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് ഓവർഫ്ലോ സൈഫണാണ്. അതായത് ടാങ്കിൽ വെള്ളം മഴവെള്ളമൊക്കെ നിറയുന്ന സമയത്ത് ടാങ്ക് നിറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓവർഫ്ലോ സൈഫൺ. ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ മാനുവലായിട്ട് ഉണ്ടാക്കുന്നത്. വിത്ത് സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഇത് അനങ്ങാതെ ഫിക്സ്ഡ് ആയിട്ട് ടാങ്കിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അടിഭാഗത്ത് കാണുന്ന 2 ടീ ജോയിൻറ്റിൻ്റെ 4 ഹോളുകൾ വഴി മാക്സിമം അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പൊക്കോളും. ശരിക്കും ഈ ഒരു എൽബോ വരെയുള്ള ഭാഗം മാത്രം മതി നമുക്ക് ടാങ്കിൽ ജസ്റ്റ് ഫിക്സ് ചെയ്ത് ഓവർഫ്ലോ വർക്ക് ചെയ്യിക്കാനായിട്ട്. ഈ ഒരു ടീ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റാൻഡ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിഭാഗത്തുള്ള അഴുക്ക് മാക്സിമം വലിഞ്ഞ് പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. ഇതാണ് വാട്ടർ ചേഞ്ച് സൈഫൺ. നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ വീക്കിലി ഒരു 25% വെള്ളമൊക്കെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊണ്ടുപോയി വെള്ളം നിറച്ച് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോരാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഓൾറെഡി സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇനി എളുപ്പമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇതാണ് നമ്മുടെ ഓവർഫ്ലോ സൈഫൺ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന PVCയുടെ ലെവലിന് മുകളിലേക്ക് ടാങ്കിൽ വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പൊക്കോളും. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടീ സെക്ഷൻ അത് സ്റ്റാൻഡ് പോലെ നിൽക്കുന്നതുകൊണ്ട് ഇതിന് ഇളക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അടിയിൽ നിന്ന് മാക്സിമം അഴുക്ക് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പൊക്കോളും. അടിഭാഗത്തുള്ള അഴുക്ക് മാക്സിമം വലിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ചെറുതായിട്ട് ഒരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പമ്പ് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്തോളും. ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ചേഞ്ച് സൈഫൺ. ഇതിൽ ജസ്റ്റ് വെള്ളം നിറച്ചതുപോലെ വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വന്ന് വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് പോകാം. നമ്മുടെ ടാങ്കുകളിലെല്ലാം വീക്കിലി ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്കൊക്കെ ഈ ഒരു സൈഫൺ വളരെ യൂസ്ഫുൾ ആണ്. കണ്ടില്ലേ, 25% വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ സൈഫൺ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം പുറത്തേക്ക് കളയുന്ന സമയത്ത് കുറച്ച് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്യും. അടിഭാഗത്തുള്ള അഴുക്ക് മുഴുവൻ മാക്സിമം വലിഞ്ഞ് പുറത്തേക്ക് പൊക്കോളും. കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ സൈഫൺ. ഇതിന് എക്സ്റ്റൻഷൻ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. കാരണം ഇതിൽ നമുക്കിപ്പോൾ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വിടാനായിട്ട് പോവുകയാണ്. ഇറക്കി വിടുന്ന സീൻ ഇതിനകത്ത് ഇല്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. കാരണം അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ അവരെ ആഡ് ചെയ്തതിന് ശേഷം നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്ന സീനാണ്. ഓവർഫ്ലോ ഒക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയി നിൽക്കുകയാണ്. മീനുകളെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.